എൻ്റെ യൂട്യൂബിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ എൻ്റെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇതാ കൊഞ്ചൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് അമ്മയുടെ സ്പെഷ്യൽ കൊഞ്ചൻ കറിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതാ കൊഞ്ചൻ കഴുകി ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ 2 തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി നമുക്ക് ആദ്യം നമ്മളുടെ തേങ്ങ വറുത്തെടുക്കാം, അതാണ് മെയിൻ പരിപാടി. അപ്പോൾ ഇതാ തേങ്ങ നല്ല നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇതാ ഞാനിവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പെരിഞ്ജീരകമാണ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ പെരിഞ്ജീരകവും പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നന്നായിട്ട് ചെറിയ ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1.5 ടീസ്പൂണുമാണ് ഇട്ടത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഇവിടെ എല്ലാം ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളകും 1 തക്കാളിയും 1 സവാളയും. അപ്പോൾ നമുക്ക് അരച്ചെടുക്കുമ്പോൾ അമ്മ 1 തക്കാളി ഇതിലും പിന്നെ ഇഞ്ചിയും അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ടാണ് ഇതിലേക്ക് അരച്ചിട്ട് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളം കൂടി എത്രയാണോ വെള്ളം ആവശ്യം അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം പുരട്ടിക്കേണ്ട. ഇത് അമ്മയുടെ സിസ്റ്റം വേറെ തന്നെയാണ്, നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല. അപ്പോൾ നമ്മൾ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊഞ്ചൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചു വരട്ടെ. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം, ഫ്രഷ് കറിവേപ്പില. നമുക്ക് കൊഞ്ചനൊക്കെ നന്നായിട്ട് മുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം. നല്ല സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പൊതുവേ ഞാൻ ഇങ്ങനെ ചിക്കൻ കറി പോലെ കൊഞ്ചൻ കറി വെക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ടൈപ്പ് ഞാൻ വെച്ചിട്ടില്ല. അമ്മേൻ്റെ രീതിയൊക്കെ വേറൊരു സ്റ്റൈലാണ്. ചിലപ്പോൾ അതായിരിക്കും വേറൊരു ടേസ്റ്റ് വരുന്നത്. നമുക്ക് നോക്കാം ഈ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഇപ്പം തന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് സെറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. കടുക്, ഇതിൻ്റെ കൂടെ നമുക്ക് 2 വറ്റൽമുളകും കൂടി പൊട്ടിച്ച് ഇടാം. അപ്പം നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളക് ഇടാം. അപ്പോൾ നമ്മളുടെ കൊഞ്ചൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കറി. ഉറക്ക് വേണം, കറി വേണോ? കൊഞ്ചൻ കറി തരട്ടെ? അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്. ബായ് പറ. ടാറ്റാ, ബായ്. എവിടെ ടാറ്റ പറയണ്ടെന്ന് അറിയില്ല. ബായ്. അപ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ചീരത്തോരനാണ്
ഇവിടുത്തെ ചീരയാണ്, നട്ട് വളർത്തിയ ചീരയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ വറുത്തരച്ച കൊഞ്ചുകറി. അധികം എരിവൊന്നുമില്ല, എന്നാൽ കുറച്ച് പുളീൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണം. ഞാൻ ഉണ്ടാക്കുന്ന മോഡലല്ല, ഇത് അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് വേറെയൊരു നാടൻ ടൈപ്പാണ്. ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.